عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നേതാക്കന്മാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹവും പഠിച്ചവന്റെ അതിരറ്റ കാരുണ്യവും സ്നേഹവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കാം. റമദാനിലേക്ക് ഒരുങ്ങുമ്പോൾ ചില ഈമാനിക നിർദ്ദേശങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്താനാണ് ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നമ്മളിൽ നിന്നും യാത്ര പറഞ്ഞു പോയ പരിശുദ്ധമായ അള്ളാഹുവിന്റെ അതിഥി ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെയും ആയുസ്സിലേക്ക് തിരിച്ചു വരുന്ന ഈ ഒരു സമയത്ത് ധാരാളക്കണക്കിന് സമ്മാനങ്ങളുമായി അള്ളാഹുവിന്റെ റഹ്മത്തുമായി അവന്റെ ബർക്കത്തുമായി പടച്ചവന്റെ സ്നേഹവും ഒക്കെയായി വീണ്ടും നമ്മളിലേക്ക് ഈ അതിഥി തിരിച്ചു വരുന്ന ഈ ഒരു നേരത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കണം പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ഈമാനിക വിചാരം എല്ലാവർക്കും ഉണ്ടായിരിക്കണം, ഞാൻ ഉൾപ്പെടെ. ഇവിടെ ഈമാനിക വിചാരം എന്ന് പറയാൻ കാരണം ഈമാനികമല്ലാത്ത വിചാരത്തോടെ ധാരാളം ആളുകൾ റമദാനിനെ സ്വീകരിക്കാറുണ്ട്. അതിൻ്റെ ഒരു അടയാളമാണ് ഷഅബാൻ 15 രാവിലും ഒക്കെ കണ്ട അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത ബിദ്അത്തുകൾ മതത്തിൽ കടത്തിക്കൂട്ടി റമദാനിനെ വികലമാക്കുന്ന, ആ റമദാൻ വരും മുമ്പ് തന്നെ ബിദ്അത്തുകളുടെ ആഘോഷവുമായി റമദാനിനെ വരവേൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നാം ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ സത്യത്തിൽ എങ്ങനെ ആയിരിക്കണം അള്ളാഹുവിന്റെ ഈ അതിഥിയെ സ്വീകരിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഈമാനിക വിചാരവും ചിന്തയും നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആ നിലക്കാണ് ഈ ഒരു വിഷയത്തെ ഈമാനിക നിർദ്ദേശങ്ങൾ എന്ന തലക്കെട്ട് കൊടുക്കാനുള്ള ഒരു കാരണമെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, നാം ഇവിടെ ആ സൗണ്ട് വരും, നാം ഇവിടെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് നാളെ പരലോകത്ത് റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായി മാറി സത്വിശ്വാസികൾക്ക് വേണ്ടി മാത്രം ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതെപ്പോൾ ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കണം, ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ജീവിതത്തിനകത്തല്ല, ഈ ജീവിതത്തിന് പുറത്താണ്. ഇവിടെ കേവലം ഒരു പരീക്ഷണശാല എന്ന നിലക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിന് നൽകിയിട്ടുള്ളത്. ആ ഒരു പരീക്ഷണശാലയിൽ നമുക്ക് പലതിനെയും നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് പൈശാചികമായ ദുർബോധങ്ങളെ നേരിടേണ്ടി വരുന്ന സന്ദർഭത്തിൽ അതിനെല്ലാം അതിജയിച്ച് അതിനെല്ലാം പരാജയപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതിനുവേണ്ടി തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇബാദത്തുകളെല്ലാം നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. നമസ്കാരം നമ്മുടെ ജീവിതത്തെ നന്നാക്കുവാൻ വേണ്ടിയാണ്, സക്കാത്ത് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ റമദാനിലെ ഈ നോമ്പും റമദാനിലെ മുഴുവൻ ആരാധനാ കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തെ പരിശുദ്ധപ്പെടുത്തി കളങ്കരഹിതമായി നാളെ പരലോകത്ത് റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന നിലക്ക്, ആ ഒരു നിലയിൽ എങ്ങനെ ആയിരിക്കണം നാം റമദാനിനെ സ്വീകരിക്കേണ്ടതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആരാധനയുടെ കാമ്പ് എന്ന് പറയുന്നത് അത് ഇഖ്ലാസാണ്.
ഇഖ്ലാസ് നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. അത് കേവലം നാവ് കൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇഖ്ലാസ് എന്ന് പറയുന്നത്, നിയ്യത്ത് എന്ന് പറയുന്നത് അസീമത്തുൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിന്റെ തേട്ടമാണ്. നമ്മുടെ ഹൃദയമാണ് ഇബാദത്തിന്റെ എല്ലാ ഇബാദത്തിന്റെയും കേന്ദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇബാദത്തിന്റെ കേന്ദ്രമായ, അമലു സ്വാലിഹാത്തിന്റെ കേന്ദ്രമായ, എല്ലാ ആരാധനയുടെയും ഈമാനിന്റെയും കേന്ദ്രമായ നമ്മുടെ കൽബിനെ നന്നാക്കി, കൽബിനെ കളങ്കരഹിതമാക്കി വെക്കുക എന്നുള്ളതാണ്. സൗണ്ട് ഇല്ല എന്ന് പറയുന്നു, അവിടെ സിസ്റ്റത്തിന്റെ ആണെന്ന് അറിയില്ല. കളങ്കരഹിതമാക്കി വെക്കുക എന്നുള്ളതാണ് നാം ആദ്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റംസാൻ മാസം സമാഗതമാകുന്ന സന്ദർഭത്തിൽ സ്വഹാബിമാരെ വിളിച്ചിരുത്തിക്കൊണ്ട് അറിയിക്കുന്ന സന്തോഷ വാർത്ത, ഇതാ നിങ്ങൾക്ക് ഒരു മുബാറക്കായ മാസം വരാനിരിക്കുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്ക് ഷഹ്റും മുബാറക്ക് എന്നാണ്, ബർക്കത്തുള്ള മാസം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിന് അധികരിച്ച കൂലി ഉണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം ചെറുതാണെങ്കിൽ പോലും അത് കൂടുതലായി നമുക്ക് അനുഭവപ്പെടുകയും അങ്ങനെ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം കിട്ടുക എന്ന അർത്ഥത്തിലാണ് ബർക്കത്ത്, മുബാറക്ക് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളൊരു ചെറിയ കർമ്മം ചെയ്താൽ ആ കർമ്മം ധാരാളമായി മാറുകയും ധാരാളക്കണക്കിന് പ്രതിഫലം നൽകുകയും അള്ളാഹുവിന്റെ ധാരാളക്കണക്കിനായുള്ള റഹ്മത്തും തൗഫീഖും ഒക്കെ കിട്ടുന്ന ഒരു മാസം എന്നാണ് ഷഹ്റും മുബാറക്ക്, ബർക്കത്തുള്ള മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബർക്കത്തുള്ള മാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കി എന്നുള്ളതാണ്. കാരണം നോമ്പിലൂടെയാണ് നാം റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്നത്, മറ്റൊരു ആരാധനാ കർമ്മങ്ങൾ കൊണ്ടുവല്ല. അപ്പൊ റംസാനിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തിന്റെ ബർക്കത്തായി പറഞ്ഞത് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നരകത്തിന്റെ വാതിലുകളെല്ലാം അടക്കപ്പെടുകയും ചെയ്യും. അതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ബർക്കത്തിന്റെ ഭാഗമാണ്. ശൈത്താനെ ചങ്ങലക്കിടുകയും ആ മാസത്തിലുള്ള രാത്രികളിൽ, പ്രത്യേകിച്ച് പ്രത്യേക രാത്രിയുണ്ട്, ആ രാത്രി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് 1000 മാസത്തെക്കാളൊക്കെ പുണ്യമുണ്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ് നമ്മൾ ഈ ക്ലാസിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തൊരു കാര്യമാണ്. ഈ വാഗ്ദാനങ്ങളെ അതിൻ്റെതായ രീതിയിൽ കാണാതെ, അതിൻ്റെതായ സീരിയസ്നെസ്സിലൂടെ മനസ്സിലാക്കാതെ ഒരാള് മറ്റു മാസങ്ങളിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ റംസാനൊക്കെയാണ്, എല്ലാവരും നോമ്പ് പിടിക്കുന്നുണ്ട്, എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്, അങ്ങനെ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു എന്നൊരു കാഴ്ചപ്പാടോട് കൂടിയാണ് റമദാനെ നിങ്ങൾ കാണുന്നതെങ്കിൽ, ആ ഹദീസിന്റെ അവസാനം പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. ആ റമദാനിലെ ഖൈറുകൾ, നന്മകൾ ആർക്കെങ്കിലും തടയപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ഹുരിമ, അവരുടെ ജീവിതത്തിൽ അള്ളാഹു തരാൻ തീരുമാനിച്ചിട്ടുള്ള മുഴുവൻ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾ ആ ഹദീസ് ശ്രദ്ധിച്ചു നോക്ക്. തുടങ്ങിയത് ബർക്കത്ത് കൊണ്ടാണ്. അപ്പൊ ജീവിതത്തിൽ ലഭിക്കേണ്ട മുഴുവൻ അനുഗ്രഹങ്ങളും ആ മാസത്തെ അതിൻ്റെതായ നിലയിൽ കാണാൻ സാധിക്കാത്തവർക്ക് ആ ബർക്കത്തുകളെല്ലാം തടയപ്പെടുമെന്നുള്ളതും ആ മനുഷ്യന്റെ ജീവിതം വളരെ പ്രയാസകരമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഹദീസ് ഉണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊബറാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ഇതിന് 3 പ്രാവശ്യം ആമീൻ പറയുന്നു. ആ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞതിനെ കുറിച്ച് സ്വഹാബിമാർ ചോദിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 3 കാര്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും ഹദീസ് അറിയാം, ഞാൻ ഒന്ന് മാത്രം പറയാം. അതിലൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു റമദാൻ വന്നിട്ട് അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാനുള്ള ഒരു അവസരം അവന്റെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമായി തുറന്നു കൊടുത്തിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ ജീവിതം പഴയതുപോലെ ജീവിച്ചു തീർത്തു. എന്നിട്ട് ആ റമദാൻ വന്നു, ആ റമദാൻ പോയി, അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, ഒരു കാഴ്ചപ്പാടോ ഒരു ചിന്തയോ അതിനെക്കുറിച്ചുള്ള പ്രത്യേകമായ ഗൗരവമോ ആ മനുഷ്യർക്ക് ഉണ്ടായില്ല. അങ്ങനെ റമദാൻ കടന്നു പോവുകയും ചെയ്തു. റഹീമ
എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവൻ നശിച്ചിരിക്കുന്നു, നശിച്ചിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. ഈ ഹദീസിൽ നശിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് എന്താ പറഞ്ഞത്? അവന്റെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും തടയപ്പെട്ടു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ നന്മ, അള്ളാഹുവിന്റെ ഖൈറുകൾ, ബർക്കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ തടയപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ഹദീസ് തട്ടിച്ചു നോക്കുന്ന രണ്ടാമത്തെ ഹദീസ്, നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കരുതലും അവന്റെ പൊരുത്തവും അവന്റെ സ്നേഹവും ഒക്കെയാണ് പ്രിയമുള്ളവരെ ഈ റംദാനിലൂടെ നമുക്ക് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇപ്പൊ നമ്മളൊക്കെ ചില കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്ന സന്ദർഭത്തിൽ ചില തീരുമാനമെടുക്കാറുണ്ട്. ഇപ്പൊ ഒരു ഗൾഫുകാരനെ സംബന്ധിച്ച് അവൻ നാട്ടിലേക്ക് വെക്കേഷൻ പോകുന്ന സന്ദർഭത്തിൽ അവൻ അതിനു വേണ്ടി പല മുന്നൊരുക്കവും നടത്താറുണ്ട്. റീ എൻട്രി അടിക്കണം, ടിക്കറ്റ് എടുക്കണം, പിന്നെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെക്കിംഗ് ഉണ്ട്. അങ്ങനെ പല കടമ്പകളും കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അവന്റെ യാത്ര ആരംഭിക്കുന്നത്. ഈ റംസാനും അങ്ങനെ അതിനേക്കാളൊക്കെ ഉപരിയായി സീരിയസ് ആണ് കാണേണ്ട വിഷയമാണ്. പെട്ടെന്ന് റംസാനിലേക്ക് പ്രവേശിക്കുന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ റംസാൻ വരും മുമ്പ് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കാൻ നമുക്ക് സാധിക്കണം. ചില പണ്ഡിതന്മാർ ഈ റവാത്തിബ് സുന്നത്തിനെ സംബന്ധിച്ച്, അല്ലാത്ത ഫർദ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞത്, ആ സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ആ ഫർദിലേക്ക് പെട്ടെന്ന് കയറാതിരിക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ സുന്നത്ത് നമസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുന്നു, അതിലെ പ്രാർത്ഥനകളും ദിക്റുകളും എല്ലാം ചൊല്ലുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവന്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ഒരു വിചാരവും, ഈ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഞാൻ ഇനി പ്രവേശിക്കേണ്ടത് ഫർദ് നമസ്കാരത്തിലേക്കാണ്. അപ്പൊ കുറെ കൂടി ജാഗ്രതയും കുറെ ശ്രദ്ധയും കുറെ സന്തോഷത്തോടു കൂടി ആയിരിക്കണം ഞാൻ ഫർദിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന വിചാരം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈ സുന്നത്ത് നമസ്കാരം ഒക്കെ നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതെന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ ഈ റമദാനിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ നന്മകൾ തടയപ്പെടാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ നന്നാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എല്ലാ ആരാധനയുടെയും കേന്ദ്രം നമ്മുടെ ഹൃദയമാണ്. തഖ്വയുടെ, ഈമാനിന്റെ, ഇഖ്ലാസിന്റെ, മുഴുവൻ സൽക്കർമ്മങ്ങളുടെയും മുഴുവൻ നന്മയുടെയും കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ഈ ഹൃദയത്തിൽ നിന്നാണ് കാര്യങ്ങള് വളരെ വ്യവസ്ഥാപിതമായി ആത്മാർത്ഥമായി പുറത്തേക്ക് വരേണ്ടത്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്ക് പറയുന്നുണ്ട് ഹൃദയത്തെ സംബന്ധിച്ച്. അൽ ഖൽബു യംറദു കമാ യംറദുൽ ബദൻ. നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ശരീരത്തിന് രോഗം ബാധിക്കുന്നത് പോലെ രോഗം ബാധിക്കാറുണ്ട്. നമുക്ക് പലപ്പോഴും ഈ ശരീരത്തിന് രോഗം ബാധിച്ചാൽ നമുക്കതിന്റെ അടയാളം കാണാൻ സാധിക്കും, തളർച്ചയും ക്ഷീണവും ഒക്കെ കാണുവാൻ സാധിക്കും. ഈ നമ്മുടെ ഹൃദയത്തിന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ അനുഭവിക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണുന്നു, അത് സ്കാൻ ചെയ്യുന്നു, പരിശോധിക്കുന്നു, പ്രകടമായ മാറ്റങ്ങളെല്ലാം ഡോക്ടർ കണ്ടുപിടിച്ച് മനസ്സിലാക്കി നമുക്ക് മരുന്ന് എഴുതി തരുന്നു. പക്ഷേ ഒരു ഡോക്ടറിനും ഒരു സയൻസിനും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത പല രോഗങ്ങളും നമ്മുടെ ഹൃദയത്തിന് ബാധിക്കാറുണ്ട്. അത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന രോഗമാണ്. ആ രോഗം ചികിത്സിക്കേണ്ട വഴിയും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എന്ന നിലക്ക് അദ്ദേഹം പറയാണ്, ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് പറയാണ്, നമ്മുടെ ശരീരത്തിന് രോഗം ബാധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനും രോഗം ബാധിക്കാറുണ്ട്. വശിഫാഉഹു ഫി തൗബത്തി. അതിന് ശമനം കൊടുക്കുന്നത്, ആ ഹൃദയത്തിന്റെ അസുഖം മാറ്റുന്നത് ഫി തൗബ, തൗബ ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള അസുഖം, ആ അസുഖത്തിന്റെ ചികിത്സ നാം തേടേണ്ടത്. എന്തൊക്കെ രോഗമാണ് ഒരു മനുഷ്യനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്? ശിർക്കുകൾ, ഹൃദയത്തെ ബാധിക്കുന്ന മാരകമായ അസുഖമാണ്. ബിദ്അത്തുകൾ, ഖുറാഫാത്തുകൾ, സുന്നത്തിനെതിരെയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അത് പ്രചരിപ്പിക്കലും അതുമായി ബന്ധപ്പെട്ട
മുഴുവൻ കാര്യങ്ങളും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുവാൻ കാരണമായിട്ടുള്ള മുഴുവൻ മോശമായ പ്രവർത്തനങ്ങളും, നിഫാഖ് പോലെയുള്ള, അസൂയ പോലെയുള്ള എല്ലാ ദുഷ്കർമ്മങ്ങളുടെയും കേന്ദ്രം എന്ന് പറയുന്നതും, നന്മയുടെ കേന്ദ്രം എന്ന് പറയുന്നതും നാം ഈ പറയപ്പെട്ട നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ തൗബ കൊണ്ട് നിങ്ങൾ അതിനെ ശുദ്ധീകരിക്കണം, തൗബ കൊണ്ട് നിങ്ങൾ അതിനെ ചികിത്സിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് മറ്റൊരു വാക്ക്, നമ്മുടെ ഈ കണ്ണാടിക്ക് തിളക്കം നഷ്ടപ്പെടുന്നത് പോലെ, കണ്ണാടിക്ക് നല്ല തിളക്കമാണ്, തിളക്കമുണ്ടെങ്കിലേ കണ്ണാടിക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ. ആ തിളക്കം നഷ്ടപ്പെടുന്നത് പോലെ മനുഷ്യരുടെ ഹൃദയത്തിന്റെയും തിളക്കം നഷ്ടപ്പെട്ടു പോകും. ആ കണ്ണാടിയുടെ തിളക്കം നഷ്ടപ്പെടുന്ന പോലെ ഹൃദയത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ മനോഹരമാക്കേണ്ടത്, അതിനെ കഴുകി വൃത്തിയാക്കേണ്ടത്, അതിനെ ഭംഗിയാക്കേണ്ടത് ബിസിക്കിരി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ്. 2-3 തരത്തിലെ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ. ഒന്ന് ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ ദിക്റാണ്, ഖുർആൻ പാരായണം ദിക്റാണ്, നമസ്കാരം ദിക്റാണ്. അതേപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ, നന്മകളെ അംഗീകരിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കൽ പോലും ദിക്റാണ്. അങ്ങനെ ദിക്റ് ചെയ്തുകൊണ്ട് അവന്റെ ഹൃദയത്തെ, കണ്ണാടിയാവുന്ന ഹൃദയത്തെ അവൻ കഴുകി ശുദ്ധിയാക്കണം. മൂന്നാമത് അദ്ദേഹം പറയുന്നത് ജസം, നഗ്നത ബാധിക്കും. നമ്മുടെ ശരീരത്തിന് നഗ്നത ബാധിക്കുന്ന പോലെ തന്നെ അവന്റെ ഹൃദയത്തിനും നഗ്നത ബാധിക്കും. ആ നഗ്നതയെ മറക്കേണ്ടത്, അതിനെ ഒരു മറ വിരിക്കേണ്ടത് വസീനത്തുഹു അത്തഖ്വ, തഖ്വ കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ട്, പടച്ചവനെ കുറിച്ചുള്ള പേടി കൊണ്ട്, പരലോക ചിന്തയെ കൊണ്ട് ഒക്കെയായിരിക്കണം അവന്റെ ഹൃദയത്തെ അവൻ മറക്കേണ്ടത്. ശരീരത്തിന് വിശപ്പ് ബാധിക്കുന്ന പോലെ, ശരീരത്തിന് ദാഹം ബാധിക്കുന്ന പോലെ തന്നെ ബദനിന് ഈ വിശപ്പും ദാഹവും ബാധിക്കുന്ന പോലെ തന്നെ അവന്റെ ഹൃദയത്തിനും വിശപ്പും ദാഹവും ബാധിക്കും. ശരീരത്തിന്റെ ഭക്ഷണം നമുക്കറിയാം, നാം കഴിക്കുന്ന ഭക്ഷണമാണ്. ശരീരത്തിന് ആവശ്യമായ വെള്ളം നാം കുടിക്കുന്ന വെള്ളമാണ്. എന്ന പോലെ തന്നെ അവന്റെ ഹൃദയത്തിനും ദാഹിക്കുമ്പോൾ, ഹൃദയത്തിന് വിശക്കുമ്പോൾ അതിന് വെള്ളം ആവശ്യമുണ്ട്, അവന് ഹൃദയത്തിന് ഭക്ഷണം ആവശ്യമുണ്ട്. അതെങ്ങനെയാണത്? അൽ മഅരിഫ, ഇൽമ് നേടിക്കൊണ്ടാണ്, ഇൽമിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ടാണ്. തവക്കുൽ, തന്റെ ജീവിതത്തെ മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ്. വൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ഈ ഒരു രീതിയിലായിരിക്കണം തഖ്വ, ഈമാൻ, അള്ളാഹുവിലുള്ള ശുഭപ്രതീക്ഷ, അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള തവക്കുല്, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നിത്യാദി നന്മകളൊക്കെ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ആ നന്മകളെ ഹൃദയത്തിനകത്ത് ഇട്ടുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടായിരിക്കണം പ്രിയമുള്ളവരെ ഈ റംസാനിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കേണ്ടത്. നമുക്ക് തറാവിന്റെ റക്കാത്തുകളൊക്കെ അറിയാം, നമുക്ക് ഇഫ്താറിന്റെ പ്രതിഫലത്തെ കുറിച്ച് അറിയാം. വിശുദ്ധ ഖുർആനിൽ ഒരു വരി പാരായണം ചെയ്തു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന പ്രതിഫലത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. നോമ്പിന്റെ പ്രതിഫലത്തെക്കുറിച്ച്, നോമ്പുകാരന്റെ പ്രതിഫലത്തെക്കുറിച്ച്, നോമ്പുകാരൻ പ്രാർത്ഥനയുടെ സമയത്തെക്കുറിച്ച്, അതിന്റെ ഒക്കെ ഹുക്കുമും മസലയും പ്രതിഫലവും ഒക്കെ നമുക്കറിയാം. അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ഒരു നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ കൂടെ തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയപ്പെട്ട നന്മകളുടെയും എല്ലാത്തിന്റെയും കേന്ദ്രമായ നമ്മുടെ ഹൃദയത്തെ ചൊവ്വാക്കുക, നന്നാക്കുക, ഭംഗിയാക്കുക, ബ്യൂട്ടിഫുൾ ആയ ഒരു ഹൃദയം ഒരുക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ് ഈ റംസാൻ മാസം വരും മുമ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട ഈമാനികമായ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, നിങ്ങൾ അറിയണം, നമുക്കെല്ലാം പ്രസിദ്ധമായ ഹദീസാണത്. ഇന്ന ഫിൽ ജസദി മുദ്അ, മനുഷ്യന്മാരുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം നന്നായി കഴിഞ്ഞാലോ അവന്റെ ശരീരം മുഴുവൻ നന്നായി. ആ മാംസപിണ്ഡം മോശമായി കഴിഞ്ഞാലോ അവന്റെ ജീവിതം, അവന്റെ ശരീരം അത് മുഴുവനും മോശമായി. അല വഹിയൽ ഖൽബ്, അറിയണം, അത് ഹൃദയമാവുന്നു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ
അദ്ദേഹം ഫത്തുൽ ബാരിയിൽ പറയുന്ന ഒരു മനോഹരമായ പ്രസ്താവനയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ ഹൃദയം പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം അതെന്താണത്? ശരീരത്തിൽ ഭരണാധികാരി ആയതുകൊണ്ടാണത്. നമ്മുടെ ശരീരത്തിന്റെ ഭരണാധികാരിയാണ് ഹൃദയം. അതുകൊണ്ട് തന്നെയാണ് ഈ ഹദീസിൽ ഹൃദയത്തെ പ്രത്യേകമായി മെൻഷൻ ചെയ്യാൻ കാരണം. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഭരണാധികാരി നന്നായി കഴിഞ്ഞാൽ പ്രജകൾ നന്നായി, ഭരണാധികാരി ദുഷിച്ചു കഴിഞ്ഞാലോ പ്രജകൾ എല്ലാവരും ദുഷിച്ചു പോയി. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയായ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഈ ഹൃദയത്തെ നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ധാരാളം പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവേ, അള്ളാഹു മാറ്റി നഫ്സി തഖ്വാഹ, അള്ളാഹു എന്റെ നഫ്സിന്, എന്റെ ഹൃദയത്തിന് നീ തഖ്വ നൽകണ തമ്പുരാനെ. നീയാണ് തഖ്വ നൽകുന്നവൻ, നീയാണ് അതിനെ ഭംഗിയാക്കുന്നവൻ, നീ അതിനെ മനോഹരമാക്കുന്നവൻ, അതിന്റെ ഉടമസ്ഥ നീയാണ് അള്ളാഹുവേ. അതുകൊണ്ട് നീ എന്റെ ഹൃദയത്തിന് തഖ്വ നൽകണേ തമ്പുരാനെ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പ്രാർത്ഥന ആദ്യമായി പ്രാർത്ഥിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന എല്ലാ പ്രാർത്ഥനകളുടെയും ഫസ്റ്റ് അതാരാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്? സ്വർഗം ചോദിച്ചത്, നരകമോചനം ചോദിച്ചത്, ജീവിതത്തിൽ നന്മകൾ ചോദിച്ചത്, പിന്നെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന പോലെയുള്ള പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട മറ്റു പല പ്രാർത്ഥനകളും എല്ലാം നമ്മളെ പഠിപ്പിച്ചതും അത് ജീവിതത്തിൽ ആദ്യമായി ചോദിച്ചതും അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവേ, എന്റെ ഹൃദയത്തെ നീ നന്നാക്കി തരണം തമ്പുരാനെ എന്നുള്ളത്. ഈ ഹൃദയം നമുക്ക് അതിൻ്റെതായ രീതിയിൽ നന്നാക്കാൻ സാധിക്കാത്തത് കൊണ്ടാകാം ഒരു പക്ഷേ റമളാനിലെ ആദ്യത്തെ 10 ആവേശം ഉണ്ടാവും. അത് പൊതുവെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആരും അത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. പള്ളിയിലൊക്കെ ആദ്യമായിട്ട് ചില ആളുകളെ കാണുമ്പോൾ നമ്മളൊക്കെ ചില പ്രദേശത്തിൽ പറയാറുണ്ട്, ഇവരൊക്കെ ഈ നോമ്പ് ആയി കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ പള്ളിയിലേക്ക് വരാൻ തുടങ്ങും, നോമ്പ് കഴിഞ്ഞാൽ ആരും കാണില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെ തമാശകളാണത്. അതിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാം. നമ്മൾ ആ വിഷയത്തിലൊന്നും ഇടപെടാനേ പാടില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന തൗഫീഖാണത്. നമുക്ക് പറയാൻ കഴിയില്ല. ഈ പറയപ്പെടുന്ന ആളുകളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാണത്. വളരെ ഗൗരവമുള്ള വിഷയമാണത്. റമദാൻ നമുക്ക് നാവിനെ നന്നാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നഷ്ടപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണ്. നാവിനെ അതിൻ്റെതായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ. അതുകൊണ്ട് പള്ളിയിൽ ആര് വന്നാലും ആരൊക്കെ എന്തൊക്കെ ഇബാദത്ത് ചെയ്താലും നമ്മൾ അവിടെ ഒന്നും ഇവരൊക്കെ ആദ്യമായിട്ട് പള്ളിയിലേക്ക് വന്നിരിക്കുന്നു എന്ന നിലയിൽ ഒരാളെയും പരിഹസിക്കുവാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പാടില്ല. അവരുടെയൊക്കെ രഹസ്യ ജീവിതം അള്ളാഹുവിന് മാത്രം അറിയാൻ സാധിക്കുള്ളൂ. നമുക്കൊക്കെ നമ്മുടെ രഹസ്യ ജീവിതം അറിയാമല്ലോ. നമ്മളൊക്കെ എത്ര തെറ്റുകളും പാപങ്ങളുമായി ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. അവിടെ അത്തരത്തിലുള്ള ഒരു വർത്തമാനം, നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കുന്ന, ഒരാളെയും പ്രയാസപ്പെടുത്തുന്ന ഒരു വർത്തമാനം ഈ റമദാൻ മാസത്തിൽ നമ്മൾ നടത്താൻ പാടില്ല. കൽബ് നന്നാകണം. രണ്ടാമത് നമ്മുടെ നാവിനും നന്നാക്കാൻ നമുക്ക് സാധിക്കണം. നിംസാദ് ഹദീസിൽ കാണാം, ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ അവന്റെ നാവ് നന്നാകണമെന്നുള്ളതാണ്. കാരണം നാവ് നന്നാവുന്നില്ല എങ്കിൽ നാം നേടിയ പല കർമ്മങ്ങളും നഷ്ടപ്പെടാൻ ഒരു കാരണമായി തീരുമെന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നമ്മൾ പലപ്പോഴും കേട്ട ഹദീസാണത്. ആ ഹദീസിന്റെ പറയുന്ന വിഷയം പിന്നീടാണ്. ആ വിഷയം പറയും മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഹദീസ് പറഞ്ഞെന്നറിയാമോ? മൻ കാന യുഅ്മിനു ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈമാൻ കാര്യമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. വൽ യൗമിൽ ആഖിർ, എന്നിട്ട് ഈമാൻ കാര്യത്തിലെ അവസാനത്തെയും പറഞ്ഞു, പരലോക വിശ്വാസം. അള്ളാഹുവിനുള്ള വിശ്വാസവും പരലോക വിശ്വാസവും ഒരു മനുഷ്യനിക്കുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് നമ്മുടെ ജീവിതം കടന്നു വരുന്നത്. അള്ളാഹു നമുക്ക് ജീവിതം നൽകി, നമ്മൾ ജീവിച്ച് മരിച്ച് മരണപ്പെട്ട് നാളെ പരലോകത്തേക്ക് പോകുന്നു. അതിനിടയിലുള്ള ജീവിതത്തിനിടക്ക് ആരെങ്കിലും അള്ളാഹുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഫൽയഖുൽ, അവൻ പറയട്ടെ ഖൈറൻ, അവൻ നല്ല വർത്തമാനങ്ങൾ പറയട്ടെ, നല്ലത് പ്രവർത്തിക്കട്ടെ. വർത്തമാനം മാത്രമല്ല, നല്ലത് പ്രവർത്തിക്കട്ടെ, നല്ല വർത്തമാനം പറയട്ടെ. ഔ ലിയസ്മുത്, അല്ലെങ്കിലോ
മിണ്ടാതിരിക്കട്ടെ. മിണ്ടാതിരിക്കുന്നത് പോലും നന്മയാണ്. നമ്മൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. എല്ലായിടത്തും കയറി അഭിപ്രായം പറഞ്ഞിട്ട് ഒരു നന്മ വാരിക്കൂട്ടുക എന്നതിനേക്കാൾ ഉപരി തിന്മയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നന്മയാണോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണോ എങ്കിൽ നമുക്ക് ഉച്ചസ്ഥരം അത് തെറ്റെവിടെ കണ്ടാലും എവിടെ തിന്മ കണ്ടാലും നമുക്കത് പറയാൻ സാധിക്കണം. അത് ഈമാന്റെ അടയാളം തന്നെയാണത്. അങ്ങനെ നാവിനെ സൂക്ഷിച്ച് നന്മകൾ പറയുന്നൊരുത്തൻ അങ്ങനെ പറയാൻ സാധിച്ചിട്ടില്ലെങ്കിലോ സ്മൂത്ത്, അല്ലെങ്കിൽ അവൻ എന്താകട്ടെ, അവൻ മിണ്ടാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം. നമുക്ക് ഈ റമദാനുമായി ബന്ധപ്പെട്ട് ഈ ഹദീസ് നമ്മളിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. മല്ലം ഖൗല സൂർ വൽ അമലു ബിഹി, ആരെങ്കിലും മോശമായ വർത്തമാനം, മോശമായ പ്രവർത്തനം ഒഴിവാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ഒരാവശ്യമില്ല. ഇമാം തുർമുദി റിപ്പോർട്ട് ഹദീസാണ് അത്. ഒരാള് അവന്റെ ഭക്ഷണം ഒഴിവാക്കുന്നത് കൊണ്ടോ അവന്റെ വെള്ളം പാനീയം ഒഴിവാക്കുന്നത് കൊണ്ടോ അള്ളാഹിനെ സംബന്ധിച്ച് ഒന്നും കിട്ടാനില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്നോട് നിങ്ങളും പറയാണത്, ഈ റമദാനിൽ ഈ പ്രപഞ്ചത്തിലുള്ള ലോകത്തെ എവിടെയൊക്കെ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ടോ അവരെല്ലാവരും നോമ്പ് പിടിച്ചു, അവരെല്ലാവരും തറാവി നമസ്കരിച്ചു, അവരെല്ലാവരും ദുആ ചെയ്തു, അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിച്ചു, അവനെ പുകഴ്ത്തി. എന്നാൽ പോലും റബ്ബുൽ ഇസ്സത്തിന്റെ പ്രതാപത്തിന് ഒരു അണുമണി തൂക്കം പോലും ഉയർച്ച ഉണ്ടാവുകയില്ല. അത് അവിടെ തന്നെയാണ്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒക്കെ അള്ളാഹ്ക്കെതിരായി, എല്ലാവരും അള്ളാഹുവിനെതിരായിക്കൊണ്ട് ജീവിക്കുകയാണ്. ഈ നോമ്പ് നിസ്കാരം കാര്യങ്ങളൊന്നുമില്ല മുഴുവൻ മനുഷ്യന്മാരും. എങ്കിൽ പോലും റബ്ബുൽ ഇസ്സത്തിന്റെ പ്രതാപത്തിൽ നിന്ന്, അവന്റെ പ്രതാപത്തിൽ നിന്ന് ഒരു അണുമണി തൂക്കം, ഒരു കണിക പോലും താഴേക്ക് വരികയുമില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നത് ആ ഇബാദത്ത് ചെയ്യാൻ അവന് കൂടുതൽ ഉന്മേഷം നൽകുമെന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമാണല്ലേ? പുറത്തു പറയാൻ പറ്റാത്ത, മനസ്സിന്റെ അകത്ത് കിടന്ന് വിങ്ങിക്കൊണ്ടിരിക്കുന്ന, സ്വന്തം ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത, ഭർത്താവിന് ഭാര്യയോടും ഭാര്യക്ക് ഭർത്താവിനും മക്കളോടും മാതാപിതാക്കളോടും ഒക്കെ പറയാൻ പറ്റാത്ത എത്രയോ വിഷമങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകൾ, സങ്കടങ്ങള്, ദുഃഖങ്ങൾ എത്രയൊക്കെയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോ നിമിഷവും വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതൊക്കെ നമുക്കൊന്ന് ഇറക്കി വെക്കണ്ടേ? നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഒരു ആശ്വാസം നമുക്ക് വേണ്ടേ? നമുക്കൊരു സമാധാനം കിട്ടണ്ടേ? നമ്മുടെ ഭാരിച്ച കടങ്ങൾ, ബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ എല്ലാം ഒന്ന് അലിഞ്ഞില്ലാതായി പോകണ്ടേ? നമ്മളൊക്കെ ജീവിതത്തിൽ ബർക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഖൈറുകൾ, നന്മകൾ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല നന്മകളും, പല ആഗ്രഹങ്ങളും, സ്വപ്നങ്ങളും, ഹലാലായ ആഗ്രഹങ്ങൾ, ഹലാലായ സ്വപ്നങ്ങൾ ഇതുവരെക്കും നേടുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമുക്കതെല്ലാം കിട്ടണ്ടേ? ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓരോ നിമിഷവും ലോകം മാറിക്കൊണ്ടിരിക്കാൻ, പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും കഴിഞ്ഞു പോയ റമദാനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രതിജ്ഞ എടുക്കുക. ഒരു പ്രതിജ്ഞ എടുക്കുക. നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും കഴിഞ്ഞു പോയ റമദാനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ റമദാനിലേക്ക് അല്ലാഹുവേ നിന്റെ തൗഫീക്ക് കൊണ്ട് ഞാൻ പ്രവേശിക്കും. അല്ലാഹുവേ വൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഒരു കാര്യം നീ തീരുമാനിച്ചു കഴിഞ്ഞാല് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാം. അല്ലാഹു എനിക്ക് റമദാനെ തരണം. ഈ കഴിഞ്ഞ റമദാനിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും, വീഴ്ചകളും, കൊള്ളരുതായ്മകളും, നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ചെയ്തു പോയിട്ടുള്ള മുഴുവൻ അപരാധങ്ങളും അല്ലാഹുവേ ഈ റമദാനോടുകൂടി എനിക്ക് കഴുകി കളഞ്ഞ് വൃത്തിയാക്കി ഒരു പുതിയ കുഞ്ഞിനെ പോലെ എനിക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് റബ്ബേ നൽകണേ. പ്രാർത്ഥിക്കണം നമ്മൾ. ഒരു പുതിയ റമദാൻ, കഴിഞ്ഞ റമദാൻ പോലെയല്ല, ഒരു പുതിയ റമദാൻ. ഈ പറയപ്പെട്ട നന്മകളെല്ലാം
ഹൃദയത്തിൽ നിന്നും ഉണ്ടാകണമെങ്കിൽ ഈ പറയപ്പെട്ട ഈ തഖ്വയും മഹബത്തും തവക്കലും ഒക്കെയും ഈ ഹൃദയത്തിനകത്ത് നമുക്ക് കുടിക്കൊള്ളുവാൻ സാധിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് ഈ റമദാനിനെ നമ്മുടേതാക്കി തരാൻ ഉറപ്പാണ്. നമസ്കരിക്കുമ്പോഴൊക്കെ അവസാനത്തെ നമസ്കാരം എന്ന നിലക്ക് നമസ്കരിച്ച സ്വഹാബിമാരൊക്കെ ഉണ്ട്. ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എൻ്റെ നമസ്കാരം എന്ന നിലക്കുള്ള നമസ്കാരം. നമുക്ക് എത്രമാത്രം കണ്ണിന് ആനന്ദമാണ്, എത്രമാത്രം സന്തോഷമാണ്. എന്നപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കും അള്ളാഹുവേ. എനിക്കറിയില്ല, നമ്മുടെയൊക്കെ ജീവിതം അള്ളാഹുവിന്റെ കയ്യിലാണല്ലോ. ആ റമദാനിൽ ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ല മുഅ്മിനായി, എല്ലാം അള്ളാഹു തവക്കുൽ ചെയ്യുന്ന ഒരു നല്ല സത്യവിശ്വാസിയായി ജീവിച്ച് എല്ലാ നന്മകളും, എല്ലാ ഖൈറുകളും, എല്ലാ ബർക്കത്തുകളും നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ജീവിത പ്രയാസങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ ദുഃഖങ്ങളും, അതിനൊക്കെയും ആശ്വാസമേകുന്ന ഒരു റമദാനായി അള്ളാഹുവേ ഈ റമദാനിനെ ഞങ്ങൾക്ക് നീ ആക്കി മാറ്റണേ തമ്പുരാനെ എന്നുള്ള ആത്മാർത്ഥമായ നിയ്യത്തോടു കൂടി നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കാം. രാത്രി നമസ്കാരങ്ങൾ പതിവായി ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഏതെങ്കിലും കാരണവശാൽ സുന്നത്തുകൾ പതിവായി ചെയ്യുന്ന ആളുകൾ, ഏതെങ്കിലും കാരണവശാൽ അവർക്ക് ഒരു ദിവസം 2 ദിവസം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആന്റെ ദീനിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് പറയാമോ? അവൻ ആ കർമ്മം ചെയ്തതുപോലെ തന്നെയാണെന്നാണ്. എല്ലായ്പ്പോഴും ചെയ്യുന്ന കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, എന്തോ കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവനത് ചെയ്തവനെ പോലെയാണ്. എന്നുകൊണ്ട് ഈ റമദാൻ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള ആത്മാർത്ഥമായ നിയ്യത്തോടു കൂടി നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള ആയുസ് തന്നിട്ടില്ല എങ്കിൽ പോലും ആത്മാർത്ഥമായ നിയ്യത്ത് നമുക്ക് നേരത്തെ ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ റമദാനിൽ ജീവിച്ചതുപോലെയുള്ള ഒരു ജീവിതം കിട്ടിക്കൊണ്ടായിരിക്കും അൽഹംദുലില്ലാഹ് നമുക്കൊക്കെയും മരിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ നിയ്യത്തുണ്ടായിരിക്കണം. റമദാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. ഇനി അഥവാ അള്ളാഹു പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ പ്രവേശിച്ചവന്റെ പ്രതിഫലം അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം നീ ഞങ്ങളിൽ നിന്ന് പുറത്തു മാപ്പാക്കി താ തമ്പുരാനെ. അള്ളാഹുവെ ജീവിതത്തിൽ ഖൈറുകൾ ബർക്കത്തുകളൊക്കെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ നിന്റെ ആദർശം, നിന്റെ തൗഹീദ് അതിവിടെ ഉച്ചസ്ഥരം പ്രസ്താവിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും ഏത് ജീവിത സാഹചര്യത്തിലും തൗഹീദ് ഉറക്കെ പറയുവാനും വിദഅത്തിനെതിരെ, ശിർക്കിനെതിരെ, എല്ലാവിധത്തിലുമുള്ള അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തിയുത്തരം പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി ആഹോരാത്രം പണിയെടുക്കുവാൻ അള്ളാഹു ഞങ്ങൾക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. അള്ളാഹുവെ, നിന്നിൽ നിന്നും മഗ്ഫിറത്ത് ഞങ്ങൾക്ക് വേണം, മർഹമത്ത് വേണം, എല്ലാം അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനിൻ വജഅൽന ലിൽമുത്തഖിന ഇമാമ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.